ഹായ് ഹലോ നമസ്കാരം. ഇന്ന് മച്ചാൻ്റെ മാലാഖ എന്നൊരു സിനിമയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സൗബിൻ സാഗർ, അതുപോലെ തന്നെ നമിത, ധ്യാൻ ശ്രീനിവാസൻ എന്ന എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ബോബൻ സാമുവൽ ഡയറക്റ്റ് ചെയ്തിട്ട് സിനിമയാണ് മച്ചാൻ്റെ മാലാഖ. നമുക്ക് പടം കണ്ടതിന് ശേഷം പ്രേക്ഷകരുടെ അഭിപ്രായം തേടാം. നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്, എല്ലാ ഫാമിലികളും കണ്ടിരിക്കേണ്ടതാണ്. കുട്ടികൾക്ക് ഇവിടെ കാണാൻ പറ്റും. സൗബിൻ നല്ല വെറൈറ്റി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കണ്ടക്ടറുടെ റോള്, നല്ല പടം, നല്ല മൂവി. ഇതിലെ കഥയിലൊരു പുതുമയുണ്ട് കേട്ടോ. അതായത് ദത്ത് നിൽക്കുന്ന പുരുഷന്മാർക്ക് ഒരു പാടാണ്. മൂവിയാണ്, നല്ല ഒരു പോസിറ്റീവ് മെസ്സേജുള്ളൊരു പടമാണ്. വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായി, ഇഷ്ടപ്പെട്ടു. അടിപൊളി ചേച്ചി, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാ, ഫാമിലി നല്ല പടം, ഇഷ്ടപ്പെട്ടു. നല്ല പെർഫോമൻസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നല്ല സൂപ്പർ പടമല്ലേ, നല്ലൊരു ഫാമിലി, ഒരു സന്ദേശം ഒക്കെ ഉണ്ട്. ആയാലും ഭാര്യ ഭർത്താവ് ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകണം എന്നുള്ള ഈ സിനിമ വന്ന് തന്നെ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ഒരു ഗ്രാമാന്തരീക്ഷം, ഒരു കുടുംബ പശ്ചാത്തലം, ആങ്ങളെ പെങ്ങള് ബന്ധം നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ബോബൻ സാമുവലിൻ്റെ അമ്മ കുറച്ച് നാളുകൾക്ക് ശേഷം ഇറങ്ങിയ ഒരു സിനിമയാണിത്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ സൗബിൻ്റെ നമിതയുടെ ഒന്നും കാര്യം പറയാനില്ല. അവരൊക്കെ എല്ലാ കഥാപാത്രങ്ങളും, ദിലീഷ് ആണെങ്കിലും എല്ലാവരും നല്ല, മനോജ് എന്ന് പറഞ്ഞാൽ അച്ഛനായിട്ട് അഭിനയിച്ച അദ്ദേഹം ഒക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. നല്ലൊരു ഫാമിലി ഉണ്ട്, നല്ലൊരു സന്ദേശമാണ്. എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാൻ പറ്റിയ സിനിമയാണ് മച്ചാൻ്റെ മാലാഖ. നല്ലൊരു ഫാമിലി മൂവിയാണ്. അപ്പോൾ ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കാണാം. നല്ലൊരു ചിത്രമാണ്. കാരണം എനിക്ക് പേഴ്സണലി വളരെ നന്നായിട്ട് വർക്കായിട്ടുണ്ട് പടം. കാരണം ഇത്രയും നാൾ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ മലയാളത്തിൽ ഇറങ്ങിയ പടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന പടങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറിലൊരു പടമാണ്. ഫാമിലി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു പടമാണ്. മൂവിയാ. എന്താ, എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇടയിൽ ഒരു സീരിയസ് കാര്യം പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബോബൻ ചേട്ടൻ്റെ സിനിമയാണ്, ഒരുപാട് ഇഷ്ടം. എന്തോ അവർ എന്താ സൗബിനൊക്കെ കാണാൻ വേണ്ടിയാണല്ലോ നമ്മളൊരു മൂവി ചൂസ് ചെയ്യുന്നത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇപ്പം നമിത ആയാലും ധ്യാൻ ചേട്ടനായാലും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. നല്ല പടമായിരുന്നു. നല്ല ഫാമിലി സബ്ജക്റ്റാണ്. മെസ്സേജുണ്ട്, നന്നായിട്ടുണ്ട്. സൗബിനും നമിതയും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. വർക്കൗട്ടായിട്ടുണ്ട്, നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. സബ്ജക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഫാമിലി മൂവിയാണ്. നമ്മളൊരു സീരിയൽ, കുറേ നാൾ കണ്ടു തീർക്കേണ്ട സീരിയൽ ഒറ്റയടിക്ക് കണ്ടു തീർത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എന്തുകൊണ്ടും എൻജോയബിൾ ആണ്. മെയിൽസിന് വേണ്ടി പറയുന്ന അവർക്ക് വേണ്ടി ഇപ്പം എപ്പോഴും ഫീമെയിൽസിനാണല്ലോ സപ്പോർട്ട്. അപ്പം മെയിൽസിന് ഫീലിങ്സ് ഉണ്ട്. അതിൽ ഈ മൂവിയിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നു. നൈസ് പടം. സൗബിൻ നല്ലൊരു പടമാണ്. എല്ലാവരും നല്ലൊരു ഇതായിട്ട് മാറും. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ സൗബിൻ ബെസ്റ്റായിട്ട് സൗബിക്ക അടിപൊളിയായിട്ട് അഭിനയിച്ച്, എല്ലാവരും ഇതിൽ അടിപൊളിയായിട്ട് അഭിനയിച്ച്. നൈസ് പടമാണ്. നല്ലൊരു കാണാൻ തന്നെ ഒരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു പടമാണ്. അപ്പോൾ ഈ പടം എല്ലാവരും വന്ന് കാണട്ടെ, വിജയിക്കട്ടെ. അടിപൊളിയായ പടമാണ്. സൗബിൻ്റെ ശീല, സൗബിൻ്റെ അടിപൊളി ആക്ടിങ് ആണ്. നൈസ് പടമാണ്. വളരെ നല്ല സിനിമയാണ്. നല്ലൊരു കോമഡി ഉണ്ട്, നല്ലൊരു കുടുംബ ചിത്രമാണ്. കുടുംബത്തോടെ എല്ലാവരുടെയും കൂടി ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ആദ്യമായിട്ടാണ് അവർ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കട്ടയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവരും കണ്ടിരിക്കണം എന്നാണ് ആഗ്രഹം. സ്റ്റോറിയൊക്കെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സാധാരണ സ്റ്റോറിയാണ്, ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ മാറ്റമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ്, നമുക്കൊക്കെ അറിയാവുന്ന ജീവിതമാണ്. അത് കാരണം എല്ലാവരും കണ്ട് രസിക്കുക. എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ടിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു കോമഡി, ദിലീഷേറിൻ്റെ മകളായിട്ടൊക്കെ ആക്ട് ചെയ്തേ. ലൊക്കേഷനിലൊക്കെ ദിലീഷ് അങ്കിൾ കോമഡിയാണ്, പക്ഷെ അത്ര കോമഡി അല്ല. പക്ഷെ സൗബിൻ അങ്കിൾ നല്ല കോമഡിയൊക്കെ ആയിട്ട് അവിടെ എല്ലാം ഉണ്ടായിരുന്നു. വലിയ സ്ക്രീനിൽ ആദ്യം സിനിമ കാണുന്ന ആദ്യമായിട്ടാണ്, മീൻസ് നമ്മൾ അഭിനയിച്ച സിനിമ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായി. അപ്പോൾ
സ്ക്രീനിൽ അത് കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് തന്നെ ഒരു ഷൈനസ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐ എം ഗ്ലാഡ് ടു സീ മീ ഇൻ ദ ബിഗ് സ്ക്രീൻസ്. റൊമാൻസിന് ശേഷം നല്ലൊരു പടം. അതായത് ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ഇതുപോലെ ഒരു സബ്ജക്റ്റ് ഇതുപോലെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ് നന്നായിട്ടുണ്ട് പടത്തിൽ. ഒരു കുടുംബചിത്രം, നന്നായിട്ട് കണ്ടിരിക്കാവുന്ന കോമഡി ആയിട്ടുള്ള നല്ലൊരു കുടുംബചിത്രം. നമ്മൾ ഈ സിനിമയെ നന്നാക്കി അതിൻ്റെ ഒരു കഥയ്ക്ക് ആവശ്യമായ രീതിയിൽ നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം ഇനി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ. ഒരു നല്ല സിനിമയായി മാറട്ടെ. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകരുടെ നല്ലൊരു അഭിപ്രായമാണ് ഇപ്പോൾ സിനിമയ്ക്ക് വരുന്നത്. ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രമേയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. ആ പ്രമേയത്തിലേക്ക് എങ്ങനെ എത്തിയത്? ആ പ്രമേയം നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. നമ്മളെ ജീവിതത്തിൽ പല സ്ഥലത്തും പല സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതിയാണോ ഇപ്പോൾ നിയമപരമായിട്ട് കിട്ടുന്നതെന്നുള്ളൊരു ചോദ്യം തോന്നിയെന്ന് പറയുന്നുണ്ട്. ആ ഒരു പക്ഷക്കാരൻ തന്നെയാണോ? അല്ല, നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു ചോദ്യം ഇല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇല്ലേ ആ ചോദ്യം? ആ ചോദ്യം തന്നെയാണ് ഈ സിനിമയിൽ. അതെ, മൂന്നാമതൊരാളെ ഇടപെടാൻ പാടില്ല. അതെ, തീർച്ചയായിട്ടും ഹസ്ബൻഡ് വൈഫിനിടയിലുള്ള ഡിസിഷൻസ് ഹസ്ബൻഡ് വൈഫ് തന്നെയാണ് എടുക്കേണ്ടത്. ആണാണെങ്കിലും നീതി വേണമല്ലോ. ആണാണെങ്കിലും നീതി വേണം. തീർച്ചയായിട്ടും ആണാണെങ്കിലും തിയേറ്ററിൽ എക്സ്പീരിയൻസ്, അഭിനയിച്ച എക്സ്പീരിയൻസ് രണ്ടും പറയാം. രണ്ടും നല്ലതായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ഈ സിനിമ ഉന്നയിക്കുന്ന വിഷയം ഒരു സമകാലികമാണ്. അതായത് ആണിനും പെണ്ണിനും തുല്യനീതിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു നല്ലൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോ ചേച്ചിയുടെ നിലപാടെന്നാണ് ആ കാര്യത്തില്? കറക്റ്റ് അല്ലേ? നമ്മളെല്ലാം ഇക്വാലിറ്റി എന്ന് ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണിത്. കറക്റ്റാണ്, അതിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ് വളരെ കറക്റ്റാണ്. അത് വളരെ നല്ലൊരു കഥയിലൂടെ പറയാൻ സാധിച്ചതിൽ ആ സന്തോഷം, ആ സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഒരു ചോദ്യം കൂടി, അതായത് ഇപ്പോൾ സ്ത്രീ പുരുഷന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിയമം പ്രവർത്തിക്കുന്നതായിട്ട് തോന്നലുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ നിലപാട് എന്താണ്? എങ്ങനെ വരണം? ജുഡീഷ്യറി കുറച്ചും കൂടെ മെന്നെയും കൂടി കുറച്ചും കൂടി കൺസിഡർ ചെയ്യണം. ഇപ്പോഴത്തെ ജുഡീഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് വിമനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഫാമിലി കോർട്ട് വരുമ്പോൾ, അനുഭവസ്ഥയായിട്ട് പറയാം, ഫാമിലി കോർട്ടിന്റെ കേസസ് വരുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് പ്രിഫറൻസസ് കൊടുക്കുന്ന ഒരു മേഖലയാണത്. അത് തിരുത്തി കുറിക്കേണ്ട സമയമായി. ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പടം നല്ല മൂവിയാണ്. നീ കണ്ടന്റിന് വേണ്ടി കുറെ പറയുന്നുണ്ടല്ലോ. നല്ല മൂവിയാണ്. ഞാൻ ഇതിന്റെ പാർട്ടായിട്ടുണ്ട്. അപ്പൊ സന്തോഷം. മച്ചാന്റെ മാലാക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നിങ്ങളെ കണ്ടതാണോ? പിന്നെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല പടം, ഒരുപാട് ഇഷ്ടമായി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര ടെൻഷനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനിയേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് റിവ്യൂസ് എന്താണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. വെരി ഹാപ്പി. കാരണം ഫസ്റ്റ് ഷോ കുറവ് അങ്ങനെ നീതി കിട്ടേണ്ടത് പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും നീതി കിട്ടണമല്ലോ. അങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസസ് ഇല്ലല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതെ, അതൊരു കുടുംബ ബന്ധത്തിൽ അങ്ങനെ മൂന്നാമതൊരാളുടെ ഡിസിഷൻസിന്റെ ആവശ്യം ഇല്ലല്ലോ. അഡ്വൈസ് എടുക്കാം, പക്ഷെ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ബിറ്റ്വീൻ ആ രണ്ട് പാർട്ട്നേഴ്സ്. താങ്ക് യു സോ മച്ച്. പെർഫോമൻസ് നന്നായിട്ടുണ്ട്. എനിക്കങ്ങനെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. 2 വാക്ക് 3 വാക്ക് അത്രേ ഉണ്ടുള്ളൂ. നമ്മൾ അതിനകത്ത് കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും ഇവിടെ നീതി കിട്ടണം, നീതി വേണം, ഈക്വാലിറ്റി. അല്ലാതെ എന്ത് വന്നാലും ആണുങ്ങളുടെ മടക്കി മേക്കറി അല്ല വേണ്ടേ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.